2026 തമിഴ്നാട് ഭരണം പിടിക്കുമെന്ന് പ്രഖ്യാപിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിയ വിജയിയാണ് വൻ നിയമക്കുരുക്കിലേക്ക് വീഴുന്നത്. കോടതി പോലും ധിക്കരിച്ച് നിയന്ത്രണമില്ലാതെ ജനക്കൂട്ടത്തിനിടയിലേക്ക് പഞ്ച് ഡയലോഗുകളുമായി ഇറങ്ങിയ വിജയുടെ മാസ് പരിവേഷമാണ് കരൂരിൽ തകർന്നു വീണത്. തമിഴ്നാടിനെ നയിക്കാൻ ഇതാ വരുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിജയ് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങി വന്നത്. ബിഗ് സ്ക്രീനിലെ സൂപ്പർ താരത്തെ കാണാൻ രാഷ്ട്രീയം മറന്ന് എല്ലായിടത്തും ആളുകൂടി. സിനിമാ സെറ്റുകളെ വെല്ലുന്ന വേദികളൊരുക്കി വിജയ് റാമ്പിലൂടെ ജനക്കൂട്ടത്തിന് നടുവിലേക്ക് നടന്നു. കൃത്യമായ സംഘാടനമില്ലെന്ന് ആദ്യ റാലി മുതൽ തന്നെ വിജയും സംഘവും തെളിയിച്ചു. മണിക്കൂറുകൾ നീണ്ട ഗതാഗത തടസ്സവും ആൾക്കൂട്ടവും കാരണം ആദ്യ റാലി തന്നെ അലങ്കോലപ്പെട്ടു. താരത്തെ കണ്ട് മതിമറന്ന് റാമ്പിലേക്ക് കുതിച്ചവരെ അംഗരക്ഷകർ പിടിച്ചെറിഞ്ഞു. പരാതികളെയും വിവാദങ്ങളെയും അവഗണിച്ച താരം റാലി തുടർന്നു. ഡിസംബർ 20 തീരുമെന്ന് ആദ്യം പ്രഖ്യാപിച്ച പര്യടനം പിന്നീട് ജനുവരി വരെ നീളുമെന്ന് പ്രഖ്യാപിച്ചു. നിയന്ത്രണങ്ങൾ മറികടന്നെത്തിയ ആൾക്കൂട്ടം കോടതിയെപ്പോലും ആശങ്കപ്പെടുത്തി. തിരുച്ചിറപ്പള്ളിയിലെ യോഗത്തിൽ ഒരാൾ മരിച്ചതോടെ ആശങ്ക വെറുതെയല്ലെന്ന് വ്യക്തമായി. സമ്മേളനങ്ങൾ നടത്തുമ്പോൾ പ്രവർത്തകരെ നിയന്ത്രിക്കേണ്ടത് നേതാവാണെന്ന് പ്രതികരിച്ച കോടതി കടുപ്പിച്ചു. ഗർഭിണികൾ, ഭിന്നശേഷിക്കാർ, കുട്ടികൾ, പ്രായമായവർ എന്നിവരെ സുരക്ഷാ ഭീഷണി മുൻനിർത്തി റാലിയിൽ പങ്കെടുപ്പിക്കരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. 2026 തമിഴ്നാട് ഭരണം പിടിക്കും. അതാണ് നടൻ വിജയ് പറഞ്ഞത്. എന്തിന് തമിഴ്നാട് ഭരണം ഇനി പിടിച്ചിട്ടെന്താ? ഏറ്റവും നല്ല ജനസമ്മതനായ ഒരു നേതാവാണ് ഇന്ന് തമിഴ്നാട് ഭരിക്കുന്നത്, MK സ്റ്റാലിൻ. ജനോപകാരപ്രദമായ നടപടിയിലൂടെയാണ് ഭരണം മുന്നോട്ടേക്ക് പോകുന്നത്. ഏറ്റവും നല്ല ഭരണമാണ് തമിഴ്നാട്ടിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചും കുട്ടികളെ സംബന്ധിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ജോലിയില്ലാത്തവരെയും വിദ്യാഭ്യാസമില്ലാത്തവരെയും ഒക്കെ സംബന്ധിച്ചും ഏറ്റവും നല്ലൊരു ഭരണമാണ് തമിഴ്നാട്ടിലൂടെ ഇന്ന് കടന്നു പോകുന്നത്. അത് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും CPM-നെ, CPI, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ജനതാദൾ അങ്ങനെയുള്ള എല്ലാ പാർട്ടികളെയും ഒരുമിച്ച് നിർത്തി എല്ലാവർക്കും സീറ്റ് കൊടുത്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ച് ഐക്യത്തോടെ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 സ്റ്റേറ്റാണ്. ഈ ഐക്യം ബംഗാളിൽ മമത കാണിച്ചിരുന്നു എങ്കിൽ 18 സീറ്റ് ലോകസഭയ്ക്ക് BJP നേടില്ലേ. തമിഴ്നാട്ടിൽ ഒരു സീറ്റ് പോലും BJP നേടിയിട്ടില്ല. അതാണ് ആ കൂട്ടുകെട്ടിൻ്റെ, ആ ഐക്യത്തിൻ്റെ ആ ബലം. അതാണ് സ്റ്റാലിൻ തമിഴ്നാട്ടിൽ തെളിച്ചത്. അത് ഭരണത്തിലും പ്രകടമായിരുന്നു. ജനങ്ങളോടുള്ള പ്രതിബദ്ധത, ജനങ്ങളോടുള്ള കടപ്പാട്, ജനങ്ങളോടുള്ള നന്ദി ഭരണത്തിലും MK സ്റ്റാലിൻ പ്രകടമാക്കി. ഇതിൻ്റെ അടുത്ത് ഏകദേശം 1 മാസം 1.5 മാസം മുമ്പ് കുറേ സ്ത്രീകൾ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ ആ ഭാഗത്തുള്ള ബാറുകൾ ഒക്കെ നടക്കണം, ഞങ്ങൾക്കൊക്കെ ഭർത്താക്കന്മാർക്ക് കിട്ടുന്ന പൈസയൊക്കെ ബാറിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഉടൻ തിരഞ്ഞെടുത്ത 500 ബാറുകൾ അടുപൂട്ടി. സഡൻ നടപടിയായിരുന്നു. ഇപ്പം തന്നെ ഈ കരൂരിൽ നടന്ന അപകടം ഇന്നലെ തന്നെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇന്നലെ തന്നെ റിട്ടയർഡ് ജഡ്ജിയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി. സഡൻ നടപടി. ഇത് കേരളത്തിലാണെങ്കിൽ ആലോചിക്കാൻ, കേരളത്തിലാണെങ്കിൽ തള്ളു മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ പോലും ആ അന്വേഷിക്കും, ഇത് അന്വേഷിക്കും, മറ്റവരും ഒരന്വേഷണം നടക്കൂല. സഡൻ നടപടിയായിരുന്നു ഇന്നലെ സ്റ്റാലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ വിജയ് ഭരണം പിടിക്കുമെന്ന് പറഞ്ഞു വന്ന്. എന്തിനാണ് ഭരണം പിടിക്കുന്നത്? ഇതിനേക്കാൾ എന്താണ് ഇനി വിജയ്ക്ക് തമിഴ്നാട്ടിൽ ചെയ്യാൻ കഴിയുക? എന്ത് ചെയ്യണമെങ്കിലും വിജയിൻ്റെ സ്വന്തം പണം എടുത്തിട്ട് വിജയ് ചെയ്യില്ലല്ലോ, അല്ലേ? സർക്കാരിൻ്റെ പണം എടുത്തിട്ട് വേണം ചെയ്യാൻ. സർക്കാർ കടത്തിൽ വരാനും പാടില്ല. അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ എന്താ ഇനി തമിഴ്നാട്ടിൽ ചെയ്യാനുള്ളത്? ജനങ്ങൾക്ക് MK സ്റ്റാലിൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ഇനി എന്താ ചെയ്യാനുള്ളത്? ഇപ്പോൾ അവിടെ ആ റാലി നടന്നത് ഈ കരൂര്, ഈ റാലി നടക്കുന്ന ഇടം വേലുച്ചാമിപ്പെട്ടി, കരൂര് നഗരത്തിൻ്റെ തൊട്ടടുത്ത സ്ഥലമാണ്. ഒരു 4 വരി പാതയാണിത്. ആ 4 വരി പാതയാണ് ഈ റാലി നടത്താൻ അനുവദിച്ചു കൊടുത്തത്.
ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു കോളനിപ്പെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മുൻപ് DMKൻ്റെ റാലി നടന്നിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ കൂടുതൽ ആളുകളെ കൊള്ളും. അവിടെയാണ് ഈ സ്ഥലമാണ് ഇവർ അപേക്ഷിച്ചതെങ്കിലും അനുവദിച്ചു കൊടുത്തത് ഈ വേലുസ്വാമിപ്പെട്ടി എന്ന ഈ 4 വരി പാതയാണ്. ഈ 4 വരി പാതയിൽ നടുക്ക് വിജയിൻ്റെ ഒരു വാഹനം വന്ന് നിൽക്കുന്നുണ്ട്, പ്രസംഗിക്കാനുള്ള റാലിയിൽ പ്രസംഗിക്കാനും പങ്കെടുക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ ഈ 4 വരി പാതയിൽ ഏകദേശം 10,000-ഓളം ആളുകൾ പങ്കെടുക്കുന്നുള്ളതാണ് TVK എന്ന് പറഞ്ഞാൽ വിജയിൻ്റെ പാർട്ടി. ഈ പാർട്ടിയുടെ സംഘാടകർ പോലീസിനെയും സർക്കാരിനെയും അറിയിച്ചത്. ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പങ്കെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട്. എന്ത്? അംഗവൈകല്യമുള്ളവരെ, സ്ത്രീകളെ, കുട്ടികളെ ഒന്നും ഈ റാലിയിൽ പങ്കെടുപ്പിക്കരുത്. അപ്പം അങ്ങനെ കോടതി പറയാനുള്ള കാരണത്തിന് മുന്നിൽ തൃച്ചിറപ്പള്ളിയിൽ ഒരു റാലി നടത്തി ഒരാൾ മരിച്ച സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്, കഴിഞ്ഞു കൂടാണ്ട്. അതുകൊണ്ടാണ് മുൻകരുതലെടുക്കാൻ കോടതിൻ്റെ നിർദ്ദേശം ഉണ്ടായത്. അപ്പോൾ 10,000-ഓളം ആളുകൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞു കൊടുത്ത് ലക്ഷക്കണക്കിന് 1,00,000-ൻ്റെ മുകളിൽ ആളുകൾ ആ 4 വരി പാതയിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും. ഏകദേശം 1 കിലോമീറ്ററോളം ദൂരത്തിൽ ചെരുപ്പും കൊടികളും TVKൻ്റെ കൊടികളും ബാനറുകളൊക്കെ റോഡിൻ്റെ 2 സൈഡിലും ഇങ്ങനെ കിടക്കണേ കാണാൻ. അപ്പം ഈ റാലി അവിടെ നടക്കുമ്പോൾ 500-ഓളം പോലീസുകാരാണ് അവിടെ സ്ഥലത്തുണ്ടായി. ഇപ്പോൾ നേരത്തെ ഞാൻ ഏതൊരു ചാനലിൽ വാർത്ത കണ്ടപ്പോൾ പറഞ്ഞ് സർക്കാരിൻ്റെ അടുത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്, 500 പോലീസ് പോരാന്ന്. ഇനി 500 പോലീസ് പോരാ, 1000 പോലീസ്, 2000 പോലീസ്. ഈ പോലീസുകാർ ഇവിടെ പോയാൽ നിൽക്കുക. ആ വേലുസ്വാമിപ്പെട്ടി എന്ന് പറഞ്ഞ ആ 4 വരി പാതയിൽ ഈ റാലി നടക്കുമ്പം ഈ പോലീസുകാർ ഇവിടെ പോയി നിൽക്കും. 5000 പോലീസ് ഒന്ന് കൂടി എവിടെ പോയാൽ നിൽക്കുക? ഒരു പൂയി വാരി എറിഞ്ഞാൽ ആ പൂയി നിലത്തേക്കെത്തൂല. അക്കൊലത്തിലുള്ള ജനങ്ങളാണ് അവിടെ തടിച്ചു കൂടിയ. പ്രത്യേകിച്ചും തമിഴ്നാടാണ്. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ സിനിമാ നടൻ സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ അത് ഓൽക്ക് ദൈവമാണ്. സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ ഓൽക്ക് തമിഴ്നാട്ടുകാർക്ക് ദൈവമാണ്, ദൈവ തുല്യമാണ്. MGR അങ്ങനെയാണല്ലോ വന്നത് മുഖ്യമന്ത്രിയായിട്ട്. ജയലളിത അങ്ങനെയാണല്ലോ മുഖ്യമന്ത്രിയായിട്ട് വന്നത്. കരുണാനിധി അങ്ങനെയാണല്ലോ മുഖ്യമന്ത്രിയായിട്ട് വന്നത്. ഇവരൊക്കെ ഈ സിനിമാ നടന്മാരെ ദൈവതുല്യമായിട്ടാണ് കാണുക. സിനിമയിൽ പറയുന്നതൊക്കെ ശരിയാണ് ലിക്കബലി. വിജയിന് ജനങ്ങളെ സേവിക്കാനാണെങ്കിൽ എത്ര ഫൗണ്ടേഷനുകൾക്ക് രൂപം കൊടുക്കാം. വിജയ് ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അനാഥ മന്ദിരങ്ങളും ഫൗണ്ടേഷനുകളും അങ്ങനെയൊക്കെ രൂപം കൊടുക്കാം. കോടിക്കണക്കിന് രൂപ വിജയിൻ്റെ കയ്യിലുണ്ട്. ജനങ്ങളെ സേവിക്കാനാണ് വിജയ് ഇറങ്ങിയതെങ്കിൽ അല്ലേ, കോടിക്കണക്കിന് രൂപ മൂപ്പരെ കയ്യിലുണ്ട്. ജനങ്ങൾക്ക് ഏത് കോലത്ത് വേണമെങ്കിലും സഹായ സഹകരണങ്ങൾ ചെയ്യുക. ഓരോരോ ഫൗണ്ടേഷൻ രൂപീകരിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്യുക, സഹായങ്ങളൊക്കെ ചെയ്യുക. ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ നേരിട്ട് ചെയ്യാവുന്നതാണ്. ഇതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വിജയിനെ കുറ്റപ്പെടുത്തി പറയല്ല കേട്ടോ. ഇവിടെ സംഭവിച്ചത് എന്താ നിങ്ങൾ, ഈ തമിഴ്നാട്ടിലെ ജനങ്ങൾ ഒരു ഗതികേട്. ഈ സിനിമാ നടന്മാരെ ദൈവതുല്യമായിട്ട് കാണും, മുഖ്യമന്ത്രിയായിട്ട് കാണും. ഈ സിനിമാ നടന്മാരോട് വന്നാൽ എന്ത് കിട്ടുന്ന? മുഖ്യമന്ത്രിയായിട്ട് വന്ന് എവിടെ നിർത്താൻ പോലും വരുന്നത്? സർക്കാരിൻ്റെ അടുത്താണ് എന്നല്ലേ വരാൻ പറ്റുള്ളൂ. നമ്മളവിടെ കേരളത്തിലാണെങ്കിൽ നമ്മളവിടെ കേരളത്തിൽ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളാരെയും മൈൻഡ് ചെയ്യാൻ പോകും. ഇവിടെ തെരഞ്ഞെടുപ്പിന് പുതിയകത്ത് പ്രസംഗിക്കാൻ വന്നാൽ പിരാന്തന്മാരുണ്ടാവും കുറച്ച് അതിൻ്റേതായിട്ടുള്ള, അത് പോകും. അല്ലാതെ ഈ കോലത്തിൽ ആരെയും പോകും. അത് ഈ തമിഴ്നാടിൻ്റെ ഒരു ശൈലിയാണ്. ഈ വിജയ് തെരഞ്ഞെടുപ്പ് ഇറങ്ങിയാണ് 2026 തമിഴ്നാട് ഭരണം പിടിക്കുമെന്ന് പറഞ്ഞ് വന്നിട്ട് റാലികളും പ്രകടനങ്ങളും പൊതുയോഗങ്ങളൊക്കെ സംഘടിപ്പിക്കുക. ഇതിന് നാമക്കല്ലിൽ നിന്നൊക്കെ ആളുകൾ വന്നു. നാമക്കല്ലിൽ എന്നൊക്കെ പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒരു അറ്റാണ്. അവിടെ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു നോക്ക് കാണാനല്ല, ഈ റാലി പങ്കെടുക്കാനോ ഈ പരിപാടി വിജയിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല, ഈ വിജയിനൊരു നോക്ക് കാണാൻ. എന്നാളുണ്ടല്ലോ നിങ്ങൾ അല്ലു അർജുൻ ഏതൊരു സിനിമയുടെ സിനിമ കാണാമെന്ന്, അതിന് ഈ അർജുനെ കാണാൻ വേണ്ടി തിരക്കും കൂടി ഒരു സ്ത്രീ മരിച്ച്. എന്ത് പൊട്ടന്മാരേക്കും അവിടുത്തെ ജനങ്ങൾ. നിങ്ങളൊന്നാട് ആലോചിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒന്ന് ആലോചിച്ചാൽ പോരെ. ഇവർ സിനിമ ചെയ്യുന്നു, കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങളൊക്കെ അവർ വാങ്ങുന്നു, സംഭവമൊക്കെ ശരി, അത് അവരുടെ തൊഴിലാണ്. രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിന് സന്ദേശം നൽകാൻ ഏതെങ്കിലും ഒരു സിനിമ അവർ ഫ്രീ ആയിട്ട് ചെയ്യുന്നോ? മോഹൻലാൽ എടുക്കുക, മമ്മൂട്ടിനെ എടുക്കുക, മലയാളത്തിൽ എടുക്കുക, തമിഴ് എടുക്കുക, ഒക്കെ എടുക്കുക, എല്ലാ സിനിമ എടുക്കുക. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സിനിമ അവർ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ സമൂഹ നന്മക്കോ വേണ്ടി ഇവർ ചെയ്തോളൂ? ഇല്ല. അതാലോചിച്ചാൽ പോരെ. എന്നിട്ട് ഈ വിജയ് ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞതിന് കുട്ടികളും മക്കളും അംഗവൈകല്യമുള്ളവരൊക്കെ ഈ വിജയിനൊരു നോക്ക് കാണാൻ. ആരാ വിജയ്? ഒരു സിനിമാ നടനല്ലേ, സാധാ മനുഷ്യനല്ലേ? എന്തിനാണ് ഇങ്ങനെ ഭ്രാന്തി കാട്ടി നടക്കുന്നത്? എന്ത് സംഭവിച്ചു ഈ ഭ്രാന്തിൻ്റെ പേരിൽ?
39-40 ആളുകൾ മരിച്ചു. ഇനിയും ഏറെ മരിക്കാൻ കിടക്കുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. മരിച്ചവർക്കൊക്കെ ആദരാഞ്ജലികൾ. ഇനി ചികിത്സയിലുള്ളവരൊക്കെ രക്ഷപ്പെട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്ത് നേട്ടം കിട്ടി നമുക്ക് ഈ തമിഴ്നാട്ടിൽ? ഈ മരണപ്പെട്ടു പോയവർക്ക് ഞാൻ തിരിച്ചു കിട്ടും. ഇനി വിജയിൻ്റെ ഒരു 20 ലക്ഷം. വിജയ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. മരിച്ച കുടുംബത്തിന് 20 ലക്ഷം, പരിക്ക് പറ്റിയവർക്ക് 2 ലക്ഷം, സർക്കാരിൻ്റെ ഒരു 10 ലക്ഷം, പരിക്ക് പറ്റിയവർക്ക് 1 ലക്ഷം. ഇതൊക്കെ വേറെ ഉണ്ട്. പോയവനെ നമുക്ക് തിരിച്ചു കിട്ടുമോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോയവനെ നമുക്ക് തിരിച്ചു കിട്ടുമോ? കിട്ടൂല. ഈ തമിഴ്നാട്ടിൽ ഈ ജനങ്ങളെ ഈ മനോഗതി ഉണ്ടല്ലോ, ഈ സിനിമാ നടന്മാരെ ദൈവതുല്യമായിട്ട് കാണുന്നേ, ആ നില മാറണം. അത് മാറാത്തോളം കാലം ആ രാജ്യം രക്ഷപ്പെടില്ല, അവിടുത്തെ ജനങ്ങളും രക്ഷപ്പെടില്ല. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ സ്റ്റാലിൻ നല്ല ഭരണമാണ് തമിഴ്നാട്ടിൽ നടത്തുന്നത്. നല്ല ഭരണം നടത്തുന്നുണ്ട്. ജനങ്ങൾക്കൊപ്പം നിന്നാണ് ഭരിക്കുന്നത്. ആ ഭരണത്തിന് സപ്പോർട്ട് ചെയ്താൽ പോരെ? ഇനി വിജയിക്കണമാണെങ്കിൽ ആയിരാണ്ട് കൂടിയാൽ പോരെ? ഉപമുഖ്യമന്ത്രിയൊക്കെ ആകാം. ജനങ്ങളെ സേവിക്കാനാണെങ്കിൽ അയക്കാൻ കൂടിയാൽ പോരെ? എന്നിട്ട് ഇനി ഒരു പാർട്ടി ഉണ്ടാക്കി അതിൻ്റെ പേരിൽ റാലി, പൊതുയോഗങ്ങൾ, പ്രകടനങ്ങൾ, കുറേ മരണം. എന്നിട്ട് ഈ സ്റ്റാലിൻ്റെ കയ്യിൽ നിന്ന് ഭരണം പിടിച്ചു നിൽക്കുക. അപ്പം ഈ ജനക്കൂട്ടൊക്കെ കാണുമ്പോൾ ഭരണം പിടിക്കുന്നൊരവസ്ഥയ്ക്കാൻ പോകണം. കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. ഇവർ വോട്ട് ചെയ്യുമല്ലോ എന്നുള്ള അറിയില്ല. വോട്ട് ചെയ്യുമ്പോൾ ഇവരങ്ങനത്തെ ഒരു മൊയന്തകളാണ്. അങ്ങനത്തെ മണ്ടന്മാരായ മൊയന്തകളാണ് ഈ തമിഴ്നാട്ടിലുള്ളത്. രാഷ്ട്രീയം, ഭരണം, സർക്കാർ അത് രാഷ്ട്രീയമാണ്. അത് രാഷ്ട്രീയം അറിയുന്നവനല്ലേ പറ്റുള്ളൂ. ഇപ്പം ഈ റാലിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താ? ഈ TVK എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ രാഷ്ട്രീയം അറിയുന്ന ആളുകൾ വളരെ കുറവാണ്. വിരലിൽ എണ്ണാവുന്ന ആളുകളെ ഉള്ളൂ. ഈ രാഷ്ട്രീയം അറിയുന്ന ആളുകൾക്കാണ് ഇത് നിയന്ത്രിക്കാനും രൂപരേഖ തയ്യാറാക്കാനൊക്കെ അറിയുള്ളൂ. അപ്പം രാഷ്ട്രീയത്തിലുള്ള അറിവില്ലായ്മയാണ് ഈ മരണത്തിലേക്ക് തന്നെ, ഇത്രയും വലിയൊരു അപകടത്തിലേക്ക്, ദുരന്തത്തിലേക്ക് ഈ റാലി വഴി വെച്ചത്. ഇതിനൊക്കെ ഒരു മാസ്റ്റർ പ്ലാൻ വേണം. എത്ര ആൾ വരും, ആൾ വന്നാൽ എന്ത് ചെയ്യും? ഇപ്പം മണിക്കൂറുകളോളം 12 മണിക്ക് വരും എന്ന് പറഞ്ഞ വിജയ് വൈകുന്നേരം രാത്രി മഗ്‌രിബിന് 7 മണിക്കാണ് എത്തുന്നത്. ഈ 12 മണിക്ക് വന്നിട്ട് ഈ ജനങ്ങൾ വെയിലും കൊണ്ടവിടെ നിൽക്കുക. എന്നാൽ അവിടെ കുടിവെള്ളത്തിനല്ല എൻ്റെ ഏർപ്പാട് ചെയ്യണ്ടേ? കോടികളില്ല വിജയിൻ്റെ കയ്യിൽ. അവിടുത്തെ ജനങ്ങൾ വെയിൽ കൊണ്ടേക്കാതെ നിൽക്കുക. അവിടെ കുടിവെള്ളം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യുമെന്ന് പറയണ്ടേ? വെള്ളം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണ്ടേ? ഈ ജനങ്ങളവിടെ പുരിവത്തിൽ നിൽക്കുമ്പോൾ അതിനുള്ള സഹായസാധനങ്ങളൊക്കെ ചെയ്യണ്ടേ? എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. എന്നിട്ട് വിജയ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആരോ കുഴഞ്ഞു വീഴുന്നത് കണ്ടു. തളർന്നു വീഴുക. വെയിൽ കൊണ്ട് മണിക്കൂറുകൾക്ക് മുമ്പേ തൊട്ടടുത്തുനിന്ന് കാണാനേ. ദൈവല്ലേ, ദൈവത്തിനൊന്ന് നോക്ക് കാണാനേ. നാമക്കൻ്റെ നൊക്കങ്ങടിക്ക് വണ്ടി കയറി വന്നിട്ടേ നേരത്തെ 10 മണിക്കൊക്കെ വന്നിട്ടുണ്ടായല്ലോ 12 മണിൻ്റെ യോഗത്തിന്. 12 മണിക്ക് പറഞ്ഞ വിജയ് വരുന്നത് 7 മണിക്കാണ്. എന്നിട്ട് ഈ മണിക്കൂറുകളോളം ആ വെയിൽ കൊണ്ട് അവിടെ നിൽക്കുകയാണ്, തൊട്ടടുത്തുനിന്ന് കാണാൻ. എന്നിട്ട് കുഴഞ്ഞ് വീഴുകയാണ്. എന്നിട്ട് ആ കുഴഞ്ഞ് വീണവർക്ക് വിജയിന് കുടിക്കാൻ കൊണ്ടെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ കുപ്പിയെടുത്ത് ആ കൂട്ടത്തിൽ എറിഞ്ഞു കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽ കുഴഞ്ഞ് വീഴുവോന് കിട്ടുമോ? അവിടെ മറ്റുള്ളവരൊക്കെ വെള്ളത്തിൽ ദാഹിച്ചല്ലേ നിൽക്കുന്നത്. അപ്പം ആ വെള്ളക്കുപ്പിക്ക് വേണ്ടിയിട്ടുള്ള വോട്ട് അവിടെ ഉണ്ടായി. മരണത്തിന് അതും കാരണമായി. അത് മാത്രം, ഈ അപകടം നടക്കുന്ന സമയത്ത് ജനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഒരന്തി ചവിട്ടി മെതിച്ച് ജനങ്ങളവിടെ മരണപ്പെടുന്ന ആ ദുരന്തം ഏറ്റുവാങ്ങുന്ന സമയത്ത് വിജയ് അവിടെ നിന്ന് ചെന്നൈയിലേക്ക് ഫ്ലൈറ്റ് കയറുന്നു. വിജയ് പോകുന്നത് നമുക്കിങ്ങനെ കാണാം. വാർത്താ ചാനൽ വിട്ടിട്ടുണ്ട് വിജയ് അവിടുന്ന് സ്ഥലം പെടുന്നത്. ഈ ജനങ്ങളോട് എന്തെങ്കിലും പ്രതിബദ്ധതയോ കടപ്പാടോ സ്നേഹമോ നന്ദിയോ ഉണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് വിജയിന് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും പറയാൻ പറ്റില്ല. വേറെ കാര്യം അവിടുത്തെ പോലെ നിർബന്ധം. എന്നാൽ ആ കരൂരിൽ എവിടെയെങ്കിലും ഒരു റൂം എടുത്ത് അവിടെ തങ്ങി അനുയായികളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ വേണ്ടതൊക്കെ ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്ത് അവിടെ നിൽക്കല്ലേ വിജയ് ചെയ്യേണ്ടത്? ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അതല്ലേ വിജയ് ചെയ്യേണ്ടത്? പക്ഷെ വിജയ് എന്ത് ചെയ്തു? ഉടനടി അവിടുത്തെ സ്ഥലം വിട്ടു ചെന്നൈയിലേക്ക്. മാധ്യമങ്ങളൊന്നും ചോദിച്ചിട്ടൊന്നും പ്രതികരിച്ചില്ല. സംഭവം വിഷമം, ബുദ്ധിമുട്ട്, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സംഗതി ശരിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എടുക്കാം. പക്ഷെ വിജയ് എന്ത് ചെയ്യണമായിരുന്നു? അവിടെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കണമായിരുന്നു, നിർദ്ദേശങ്ങൾ കൊടുക്കണമായിരുന്നു. ഇപ്പോൾ ആ വിജയിൻ്റെ പാർട്ടി പ്രവർത്തകരെ പേരിലാണ് കേസെടുത്തത്. 4 ആളെ പേരിലാണ് കേസെടുത്തത്. ഇവരൊക്കെ മുങ്ങി, ഇവരൊക്കെ ഒളിവിലാണ്. ഇതാ പാർട്ടി സ്നേഹം. ഇവരൊക്കെ വെച്ചിട്ടാണോ ഈ പാർട്ടി മുന്നോട്ട് കൂടി? ഇപ്പോൾ വിജയിനെതിരെ കടുത്ത പ്രതിഷേധം നടന്നുകൊടുക്കുക. തമിഴ്നാട്ടിൽ കടുത്ത പ്രതിഷേധം നടന്നുകൊടുക്കുക. എന്തായി ഇപ്പം? 39 ആളുകളാണ് പോയി കിട്ടി. സ്ത്രീകൾ, പിഞ്ചു കുട്ടികൾ, പ്രായമായവർ ആ കട പോയി കിട്ടി. എന്ത് നേട്ടം കിട്ടി? വിജയ് ഇപ്പോഴും സുഖിച്ച് വിജയ് ജീവിക്കും. വിജയ്ക്ക് എന്താ പ്രശ്നം? ഓൻ്റെ കയ്യിൽ കോടികളുണ്ട്. ഓൻ എന്തെങ്കിലും ഇത് പ്രശ്നമാവോ? ഇല്ല.
മൂപ്പരവിടുന്ന് തള്ളിയെടുത്തു. നമ്മൾ അംഗീകരിക്കുന്ന ആ അഭിനയ ശൈലിയെ, ആ അഭിനയം മോശമായി നമ്മളാരെയും പോവില്ല. ആ പടങ്ങൾ പൊട്ടും. ആ അഭിനയം അതൊരുപാട് ആളുകൾക്ക് കഴിവ്. ആ കഴിവിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അതിന് വിജയ് വരുന്നുണ്ട്, അതുപോലെ ദൈവം വരുന്നുണ്ട് പറഞ്ഞാൽ അവിടെ ഓടിക്കൂടുക. ഈ ഭ്രാന്ത് എന്ന് തമിഴ്നാട്ടിലെ ജനങ്ങൾ ഒഴിവാക്കുന്നത് അന്ന് ആ രാജ്യവും ആ രാജ്യത്തെ ജനങ്ങളും രക്ഷപ്പെടും.